കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് പിടികൂടി എറണാകുളം ആർടിഒ. ജെയ്സൺ വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയാകുന്നത് പാലക്കാട് ആർടിഒ ആയിരുന്നപ്പോഴാണ്. വിജിലൻസിന്റെ പേരിൽ കൈക്കൂലി പണത്തിൽ നിന്ന് വിഹിതം കണ്ടെത്തിയതായി പരിശോധനയിൽ വ്യക്തമായി. വാളയാർ ചെക്ക് പോസ്റ്റ് പണപ്പിരിവ് നടന്നത്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാമി, ജെയ്സൺ ചില്ലറക്കാരനല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ തുടർ നടപടികൾ ഏത് തരത്തിലാണ് ആലോചിക്കുന്നത്? ഈ ലോക്കറിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ ഇനിയും കിട്ടേണ്ടതുണ്ട്. അതുപോലെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടി, സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഗതാഗത വകുപ്പ് ആലോചിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ശ്യാംകുമാർ? റിജിത്ത്, എറണാകുളം ആർടിഒയെ ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് സംഘം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കും. ഈ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ ഇന്നലെ ഇയാളുടെ വീട്ടിൽ നിന്നും പിടികൂടിയ ലോക്കർ ഉൾപ്പെടെ തുറന്ന് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത്. പ്രതി നിസ്സാരക്കാരനല്ല എന്നുള്ളതാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ പേരിൽ കൈക്കൂലിപ്പണം കൃത്യമായി നിക്ഷേപിച്ചയാളാണ്. പല സ്ഥലങ്ങളിലും സ്വന്തം പേരിൽ കൈക്കൂലിപ്പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിക്കൂട്ടിയിരുന്നു. ഭാര്യയ്ക്ക് എറണാകുളം നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ബൊട്ടീക്ക് തുറന്നു നൽകിയിരുന്നു. ഇതെല്ലാം കൈക്കൂലിപ്പണം ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരശേഖരണത്തിന് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് തന്നെയാണ് വിജിലൻസിന്റെ ആവശ്യം. അതേസമയം പ്രതി ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷയും സമർപ്പിക്കും. ഈ വിജിലൻസ് കേസിൽ തന്നെ കുടുക്കിയതാണ് എന്നുള്ളതാണ് പ്രതിയുടെ കോടതിയിലെ വാദം. ഏതായാലും രണ്ട് അപേക്ഷയും ഇന്ന് മൂവാറ്റുപുഴ കോടതി പരിഗണിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിജിലൻസിന് കൊടുക്കാനെന്ന് പറഞ്ഞ പേരിൽ കൈക്കൂലി വാങ്ങുകയും അതിൽ നിന്നൊരു വിഹിതം കൈപ്പറ്റി അടിച്ചു മാറ്റുകയും ചെയ്ത ഒരു വിരുദ്ധൻ കൂടിയാണ് ഈ ആർടിഒ. മുൻപ് നമ്മൾ ഇതേ വാർത്ത നൽകിയിരുന്നതാണ്. അന്ന് 14 ലക്ഷം രൂപയാണ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയ പണത്തിൽ നിന്ന് വിജിലൻസിന് നൽകാനെന്ന പേരിൽ ഇയാൾ പിരിച്ചെടുത്തത്. പിന്നീട് വാളയാറിൽ വിജിലൻസ് പരിശോധന നടത്തിയപ്പോൾ ഒരു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ വിജിലൻസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് കൈക്കൂലി പണം നൽകിയതാണല്ലോ, പിന്നെ എന്തിന് പരിശോധന നടത്തിയെന്ന് തിരക്കിയപ്പോഴാണ് ഇയാളുടെ പങ്കിനെക്കുറിച്ച് വിജിലൻസിന് പ്രാഥമിക വിവരം ലഭിക്കുന്നത്. അന്ന് മുതൽ വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കൈക്കൂലി ചോദിക്കുകയും ഒരു കേസിൽ ഇപ്പോൾ പിടിയിലാകുകയും ചെയ്തിരിക്കുന്നത്. ഒരുപിടി കേസുകളാണ് ഇനി ഇയാളുടെ പേരിൽ വരാനിരിക്കുന്നത്. റിജിത്ത്, ഈ നിലവിൽ കണ്ടെത്തിയ അത്രയുമല്ല, അതിനേക്കാൾ ഏറെ കോടികൾ ഇനിയും ഇയാളുടെ പക്കലുണ്ട് നിക്ഷേപമായി തന്നെ എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അത് ഭാര്യയുടെ പേരിൽ ഒക്കെ ആണ് എന്ന സംശയം അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിലുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് ശ്യാം? റീജിത്ത് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ഈ പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് വിജിലൻസ് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഇന്ന് അപേക്ഷ സമർപ്പിക്കുന്നത്. ഈ അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ വലിയ ചോദ്യം ചെയ്യലുണ്ടാകും. പാലക്കാട് ആർടിഒ ആയിരുന്ന സമയത്താണ് ഇയാളുടെ സുവർണ്ണകാലം എന്ന് പറയുന്നത്. വാളയാറിൽ നിന്ന് ഓരോ ദിവസവും 10,000-ങ്ങളാണ് ഇയാൾ വരുമാനമായി കണ്ടെത്തിയിരുന്നത്. അതിന് പുറമെ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് വിജിലൻസിന് നൽകാനെന്ന പേരിൽ ആ പണത്തിൽ നിന്നും വിഹിതം കൈപ്പറ്റിയ ഒരു വലിയ വിരുദ്ധനാണ് ഇയാൾ. ഒപ്പിന് കുപ്പി എന്നുള്ളത് ഇയാളുടെ ഒരു ശീലം തന്നെയായിരുന്നു. പിടിയിലായ ഇടനിലക്കാരിൽ ഒരാൾ വിജിലൻസ് പിടികൂടിയപ്പോൾ പറഞ്ഞ് കരഞ്ഞത് എല്ലാം ആർടിഒ പറഞ്ഞിട്ടാണ്. കൈക്കൂലി മാത്രം പോരാ, കുപ്പിയും വേണമെന്ന് പറഞ്ഞത് ആർടിഒയാണ്. അതുകൊണ്ടാണ് തങ്ങൾ അത് ചെയ്തത്, തന്നെ വെറുതെ വിടണമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ആ മൊഴിയും വിജിലൻസ് കസ്റ്റഡി അപേക്ഷയിൽ ചേർത്തിട്ടുണ്ട്. ഏതായാലും ഈ പിടിയിലായ ഇടനിലക്കാരെ ഒരുപക്ഷെ ഈ കേസിലെ മാപ്പുസാക്ഷികളാക്കിക്കൊണ്ട് പ്രധാന പ്രതിയായ ആർടിഒയെ കൃത്യമായ നിയമത്തിന്റെ മുന്നിൽ കുടുക്കാനുള്ള നീക്കവുമായിട്ടാണ് വിജിലൻസ് മുന്നോട്ട് പോകുന്നത്.